കാട്ടാളൻ കാട്ടാളല്ലോ ബ്രോനെ കാണാനുണ്ട് കാട്ടാളിനെ പോയിട്ടിരിക്കുന്ന നെക്സ്റ്റ് ബോഡി ഷെയിം ചെയ്യുന്ന തീട്ടം. ഹലോ തീട്ടം ഹലോ ബ്രോനെ കാണാനുണ്ട് കണ്ടീനെ പോയിട്ടിരിക്കണ ബ്രോ കണ്ടിയാണോ ചുവന്നോടി ഏതാ ഗ്യാങ് ഏതാ ചുവന്ന പൊടി ബ്രോ GB സെറ്റ് ബ്രോ അയ്യോ മഴവില്ലാണോ നീ എന്തിനാ കൊണക്കുന്നത് ഇവനാണോ നിന്റെ അടുത്ത് കളിച്ച സിദ്ധി എടാ എടാ വണമെടാ ഇവനാണോ നിന്റെ അടുത്ത് കളിച്ച ആണ് നിന്നോടാ ഈ ചുവന്നോടി വണത്തിനോടാ വണമെടാ എന്താ ഒന്നൂടി പറഞ്ഞ ധൈര്യമായി നിന്നെ കുനിച്ചിരുത്തണോ എനിക്കിവിടെ പുറത്ത് മഴ വേണമേ ബ്രോ ഏതൊക്കെ ഗ്യാങ്ങൊക്കെയാണോ കൊണക്കുന്നത് വേണമേ കേട്ടില്ല വണമേ കേട്ടില്ല വണമേ കേട്ടില്ല എന്താ വണമേ കേട്ടില്ല ആദ്യമേ ചോദിക്കണം അല്ലാതെ നാട്ടുകാരെ മൊത്തം മറ്റേ വീട്ടുകാരെന്ന് പറഞ്ഞോണ്ട് വിളിച്ചോണ്ടിരിക്കുന്നത് കൂടുതലുള്ളവരല്ല നീ ലീഡറിനെ കുണ്ടാന്നാണ് വിളിക്കാറ് എങ്ങനെയാണ് വിളിക്കാറ് മഴ കുണ്ട നീ കൊണക്കുന്ന ൂമ്പല്ലേ ഒരുപാട് സാത്താന് തെറി വിളിക്കലോ മഴവില്ലിന്റെ കൂടെ ഉള്ളവനെ പറ നീ ഏതൊക്കെയാ ബാബാ എന്ത് വാർക്കല്ലോ ഓഡിയോ ഹലോ ഹലോ മോനെ ഗ്യാങ് പറഞ്ഞില്ലേ ഇനി ഗ്യാങ് പറഞ്ഞില്ലേ പുറത്തിറങ്ങി ചെവിട്ടി പൊട്ടനാ പുറത്തിറങ്ങടാ നീ കേട്ടറാ മോനെ നീ ഇപ്പം കിടന്ന് മാനിയും കളിക്കല്ലേ നീ പുറത്തേക്ക് പുറത്തിറങ്ങി എന്തായാലും കൊറേ നേരം ആയല്ലേ നീ പൊക്കത്തെ അനൗൺസ്മെന്റ് ഇട്ടില്ലേ നീ പുറത്തേക്ക് ഇറങ്ങി നീ ആദ്യം ഒന്ന് എന്തായാലും അടികൊള്ളൂടാ നീ പുറത്തിറങ്ങും നിന്നെ ഗ്യാങ് മൊത്തം അടികൊള്ളും എന്തായാലും നീ പുഴുക്കും നീ പുറത്തിറങ്ങ് നീ മാത്രല്ല നിന്റെ ഗ്യാങ് അടിക്കണ്ട റോസ്റ്റ് എടുക്കായിരുന്നു പറഞ്ഞല്ലോ എന്നാ DX അടിച്ചു കൊന്നേനെ നോക്കണേ എടാ എന്നാ വെയിറ്റ് ചെയ്യ് എംഎസിനെ വിളി അവനെ പൊക്കിക്കൊണ്ടു എംഎസ് ഇല്ലല്ലോ ഉണ്ടാ എന്നാ ഓക്കെ എന്നാ വരുമായിരിക്കും എടാ ഒന്ന് എക്സ്റ്റാറ്റ് ഇടറാ ബാറ്റ്മാനെ എംഎസിനെ തോക്കൊക്കെ മാറ്റി അവിടെ നിപ്പുണ്ട് പറഞ്ഞ പിന്നെ അടിക്കാ എന്താണ് ഞാൻ കുഴഞ്ഞു വീഴുമായിരുന്നു അവന്റെ കണ്ടി നിന്നോടല്ല വാദം നീ മാസം അടിക്കുന്നത് നീ ഇരുന്നവൻ റെഡിയായിരുന്നവൻ റെഡി ആ മച്ചു
പറഞ്ഞു. പിന്നെ ഒരു ഗ്യാങ്ങിലെ GBZ തന്നെയല്ലേ? അതെ അതെ. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് ചൊറിച്ചിലാണല്ലോ ബ്രോ. എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചു? പ്രശ്നമൊന്നുമില്ല ബ്രോ. ബ്രോ വിളിച്ചപ്പല്ലേ ഞാൻ തിരിച്ചു വിളിച്ചോളൂ. എന്ത് നീ അല്ലടാ അങ്ങോട്ട് വന്ന് കുണച്ച ആദ്യം? ആര് പറഞ്ഞു ബ്രോ? കാറ്റുമാക്കാൻ വിളിച്ചിട്ടില്ല ബ്രോ, ഞാൻ തിരിച്ചു വിളിച്ചത്. അത് നിന്നെയാണോ വിളിച്ചത്? നിന്റെ പേര് കാട്ടുമാക്കാന്നാണോ? ബ്രോ ഞാൻ എന്റെ ഫ്രണ്ട് നിന്റെ പേര് കാട്ടുമാക്കാന്നാണോ? അന്ന് നിന്റെ ഫ്രണ്ടിൽ നീ എന്ത് വിളിച്ചാൽ നീ ഞാൻ കേക്കുവോ? എന്നെ ഞാൻ വിളിക്കണ മോനേന്ന് വിളിച്ചാൽ നീ ഞാൻ കേക്കുവോ? ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഒപ്പനായിട്ട് കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് KV ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് ആൾക്കാർക്ക്? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ബ്രോ. ഇല്ലല്ലോ, കുറച്ചായി അതാ ചോദിച്ചേ. ഇല്ലല്ല ഞങ്ങള് ഇന്നലെ തുടങ്ങിയതല്ല. ചെക്കൻ എന്തോ അന്ന് നമ്മളൊരു സിറ്റുവേഷൻ ആയെന്തോ, അതിന്റെ ബാക്കിയായിട്ട് നിങ്ങൾ എന്തോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞായിരുന്നു, അതാ ചോദിച്ചേ. എന്തോ അവന് ക്യാമറ ബോട്ട് നോക്കാൻ ചെക്കനോട് എന്തോ പറഞ്ഞായിരുന്നു. അറിയത്തുള്ളൂ. ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പറയാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞിട്ടില്ല ബ്രോ. കൊണക്കുമ്പോ ആരാന്നൊക്കെ ചോദിച്ചിട്ട് കൊണക്കും. കൂടെയുള്ളവരോടും കൂടി പറഞ്ഞേക്കേട്ടത്. നിങ്ങളുടെ കൂടെ ഉള്ളവരെ നോക്കി ആളുകളെ പോലെ വല്ലതും ഉണ്ടെങ്കിൽ മുഖത്തൊക്കെ പറയാന്. കുറച്ചു പേർക്ക് മാത്രമേ ഞങ്ങൾ അടിക്കണ്ടെന്നുണ്ട്, ബാക്കിയുള്ള എല്ലാവർക്കും അടിക്കണമെന്നുണ്ട്. എന്താ വെച്ചാനത് ഉണ്ടെങ്കിൽ ഇട്ടത് പറയും. നമുക്ക് അടിക്കണ്ടെന്നാരും പറഞ്ഞിട്ടില്ല. അതന്നെ, അടിക്കണ്ടെന്ന് ആരും വേണ്ടില്ല, ഉറപ്പാണ്. അതുപോലെ സോറി അടിക്കണം. ആര്? നിങ്ങളെ കൂട്ടത്തിലുള്ള ഗ്യാങ് മെമ്പർ ലീഡറും കോ ലീഡറും വന്ന് എന്നോട് സോറി പറഞ്ഞത് ആ സിറ്റുവേഷന്. അത് അടിക്കണം എന്നിട്ടാണ് എനിക്കറിഞ്ഞൂടെ അത് കണ്ടിരുന്നു. അന്ന് സിറ്റുവേഷൻ ഉണ്ടായപ്പോ എന്നോട് സോറി പറഞ്ഞു. ലീഡറിന്റെ പേരെന്താ? സാബു. ആരാന്ന് എനിക്കറിഞ്ഞു. ഞാൻ പേര് അതൊന്ന് പറഞ്ഞേക്ക്, ജസ്റ്റ് ഒന്ന് സോറി KV എന്ന് പറഞ്ഞേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക്. സോറി KV. അതെനിക്കൊരു ചിരി എന്താ? നീ മര്യാദ സോറി KV. തേള് മാത്രമുള്ള പേര് തേള് മാത്രമുള്ളൂ. എനിക്ക് ബ്രോ സ്വന്തമായിട്ട് ബ്രോ കണ്ടിയെന്നൊന്ന് പറഞ്ഞു ബ്രോ കേക്കട്ടെ. എന്റെ പേരില് കൂട്ടിട്ട് കണ്ടീന്ന് വിളിച്ചേ പറഞ്ഞു കേക്കട്ടെ. എന്റെ പേര് കഴിഞ്ഞവിടെ കണ്ടീന്ന് പറ. നീ ഒരു കണ്ടി. നിന്റെ ലീഡറിന്റെ പേര് പറഞ്ഞിട്ട് കണ്ടീന്ന് പറ. ബ്രോക്കിലായിരുന്നു ധൈര്യം. നിങ്ങൾ എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കാൻ എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ അയച്ചോണ്ടിരിക്കുക സ്റ്റാറ്റിൽ. പിന്നെ ഗൈസ് സബ് ഓൺ ആയിട്ടുണ്ട്, അപ്പൊ സബ് എടുക്കാൻ പറ്റുന്നവരൊക്കെ സബ് എടുക്കുക ഗൈസ്. ഓക്കെ നീ നിന്റെ ഒരു നിന്റെ ഗ്യാങ് ലിസ്റ്റിലുള്ള എല്ലാവരും പേരെന്ന് പറഞ്ഞ നിന്റെ മെമ്പേഴ്സിന്റെ കേക്കട്ടെ. അല്ല അറിയോ നോക്കട്ടെ. നീ മെമ്പറല്ല കേക്കട്ടെ. ലീഡർ തേർഡ് സാബു, ലീഡർ ചാക്കോച്ചി, രണ്ടാമത്തെ ലീഡർ ഉണ്ണിക്കുട്ടൻ, പിന്നെ മെമ്പേഴ്സ് ആയിട്ട് ജോർജ് കുട്ടി, എയ്ഡല്, റയാന്, എഡി. ടോട്ടല് 26. അടിക്കാൻ 25 പേര് വരുമോ നിങ്ങള്? പാട്ടൊന്നും പാടിക്കടാ കേക്കട്ടെ. സിനിമ പാട്ടെന്നെ പാടണേ കേട്ടോ. വേറെ പാട്ട് പാടിയാല് പാടിയടാ സിനിമ പാട്ട് പാടണേ. പാട്ട് അറിയില്ല. നീ പാടണം. നീ തോക്കെടുത്ത് നിന്റെ തലക്ക് വേണ്ടിയാലും നീ പാടത്തുള്ള. നീ പാടിട്ടില്ലെങ്കിൽ പിന്നെ ബാറ്റ്മാൻ. നീ ബേബി ഡോളിന്റെ മലയാളം ഒന്ന് പാടി കേക്കട്ടെ. കൽബിനുള്ളിൽ നീയാണ് ആ പാട്ട് പാട്. 2 ലൈനും പാടി കേക്കട്ടെ. അതൊന്നും കേക്കാണ്ടിരിക്കൂലല്ലോടാ നീ. കൽബിനുള്ളിൽ നീയാണ് അതിന്റെ തുടക്കം എന്ന് പറഞ്ഞത്. അതിങ്ങനെ പാടിയത് കൽബിനുള്ളിൽ നീയാണ്. കലോത്സവത്തിനല്ലേ വിളിച്ചെത്തിയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ.
ഓ ഓ അപ്പൊ നിനക്ക് പാട്ട് പാടാനും അറിയാം, പാട്ട് അറിയുകയും ചെയ്യാം. എന്നിട്ട് നീ വന്നിട്ട് പാട്ട് അറിയാന്നില്ലേ? മച്ചു മച്ചു കേക്കാവോ? വർത്താനം വേണ്ട കേട്ടാ. പാട്ട് പാടാൻ പറഞ്ഞ അങ്ങ് പാടിക്കോളാം കേട്ടിനാ. ജീവിക്കാൻ മൊത്തം കൊള്ളുന്നേ. ആ പാടി, സിനിമ പാട്ട് പാടി വേറെ കേട്ടിനാ. പാടി, അടുത്ത പാട്ട് പാടി, ഏതെങ്കിലും പാടി. നീ ഒരു 5 പേര് പാട്ട് പഠിക്കും. ബാക്കി പാട് എന്താ ബാക്കി അറിയില്ല. ഓ അപ്പൊ നീ വേറെ പാട്ട് പാടാ. പന്നി അപ്പൊ വേറെ പാട്ട് വേറെ വേറെ പാട്ട് ലിയാനായിട്ട് അറിഞ്ഞില്ല. ആ ഹെൽമെറ്റ് ഇട്ട് നിൽക്കില്ലയോ? പാട്ട് 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 സമയം ഒരു കീച്ചൻ പാട്ട് പാടി, കീച്ചൻ പാട്ട്. ഒരു കീച്ചൻ നല്ലൊരു പാട്ട് പാടി. അതെ, കീച്ചൻ നല്ല കിട്ടിലം പാട്ട്, കിട്ടിലം ഡാൻസ് കളിക്കാൻ തോന്നുന്നു. മനസ്സിലായോ? ഡാൻസ് കളിക്കുന്ന ഒരു പാട്ട്. വന്ന കാര്യം നീ ഒന്ന് റോക്കി ബൈ റോക്കി ബൈ പാട്ട് ഡാൻസ് കളിച്ചോണ്ട് പാട്ട് പാടി. ഡാൻസ് കളിക്കടാ നീ. ഡാൻസ് കളിച്ചോണ്ട് നീ എന്നെ പാടി. ഒന്ന് കാണട്ടെ. നീ മുട്ടിന്ന് നീറ്റ് എന്നിട്ട് ഒരു ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ചോണ്ടൊന്ന് പാടിയടാ കേക്കട്ടെ. നോക്കട്ടെ. മറ്റേ പാട്ട് പാട്. നീ കാലേക്കട്ടെ. റോക്കി ബൈ ബാഗ് അതിട്ട് ഡാൻസ് കളിക്ക്. അതിരട്ടാ അവൻ പാടണം, പാടി കളിക്കണം നീ. അവൻ തന്നെ കളിച്ചോളും പാട്ട് പാടി. അതെ ആ പാടിക്കോ. ഓ, പാടിക്കോ. നിനക്ക് പാട്ട് പാടാൻ നല്ലോണം അറിയാൻ നമുക്കറിയാം കേട്ടാ. നീ പാട്ട് ഒരു പാട്ടും അറിയില്ല. നീ നീ പാടണം, നീ പാടി പാടാൻ പഠിക്കണം. മനസ്സിലായോ? കണ്ണേമില്ല. നീ പാട്. പാട് പാടി. പാട് പാട്. കണ്ണോട് കണ്ണ ഡാൻസ് ഡാൻസ് കളിക്കടാ. ഡാൻസ് 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 കളിച്ച് കേട്ടടാ. കൈവക്കൊന്നും വേണ്ട. പാട് പാട്. 5 സെക്കൻഡ് കഴിയുമ്പോ ഡാൻസ് മാറ്റിക്കൊണ്ട് വേറെ സ്റ്റെപ്പ് ഇടണം. ഒരേ സ്റ്റെപ്പ് ഇട്ടിട്ട് ചെയ്താ. ആ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ കണ്ണോട് കണ്ണായിടാ മെയ്യോട് മെയ്യായിടാ. പാട്ടുകാരൻ തന്നെ കേട്ടോ. അപ്പൊ എനിക്ക് പാട്ട് പാടാനും അറിയാം, ഡാൻസ് കളിക്കാനും അറിയാം. ഒരു കഴിവേറിയായത്. നീ പിന്നെ ചെയ്യാണ്ടിരിക്കുന്നതിനാണ്. വാ പാടിക്കോ. അടുത്ത പാട്ട് പാടിക്കോ. കൊണ്ടുപോകാൻ കേട്ടത് ഇംഗ്ലീഷ് പാട്ട് പാടോ? ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. മറ്റേ പാട്ട് വേറെ ഭാഷ ഒന്നും നീ പാടിക്കോ. അറിയുന്ന എല്ലാ പാട്ട് പാടിക്കോ. ഇത് ഡാൻസ് കളിക്കാൻ പറ്റുന്ന പാട്ടല്ല. പാടിക്കോ പാടിക്കോ കേക്കട്ടെ. നീ പാടിക്കോ. എനിക്ക് ഏതെല്ലാം അറിയാൻ നോക്കട്ടെ. അധികം വേണ്ട മെമ്മരുന്നു. കത്തിക്കണോ ഇനി? ഹലോ ബ്രോ കേക്കാവോ? ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. നീ വണ്ടി നീ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? നീ ഗ്യാങ് വെച്ചിട്ട് വേണം കുണയ്ക്കാൻ. മനസ്സിലായോ? ആദ്യമേ ഗ്യാങ് ചോദിക്കണം, എന്നിട്ട് കുണയ്ക്കണം. എടാ ഇതിനെ വിടുവല്ലോടാ. കൊല്ലണോ? അവന്മാര് ബാക്കിയുള്ളവരെ എത്തിച്ചല്ലേ ഇവനെ വെറുതെ.